ക്യാമറ കാണാൻ സാധിക്കും. ഞാൻ 360 ഡിഗ്രി ക്യാമറ എന്ന് എടുത്ത് പറയാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു നെഗറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ ലോഡിംഗ് ലിപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടോ, APP സെൻസർ, അതായത് ആക്സിലറേറ്റർ പെഡൽ പൊസിഷൻ സെൻസർ. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു നോർമൽ 360 ഡിഗ്രി ക്യാമറ അല്ല കിട്ടുന്ന, പകരം ഒന്നുകൂടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണോ അന്നേരം ആ ലൈറ്റ് അന്നേരം തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഓണായാണ് നിൽക്കുന്നത്. അത് ഓഫ് ആകുന്ന ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ല. അപ്പം ഫുൾ ടൈം ഇത് ഓണായി നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഒരു നെഗറ്റീവ് സൈഡ് കൂടെ നിങ്ങളോട് ഞാൻ പറയാം. അതായത് ആരും തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാനത് എടുത്ത് പറയുന്നത് ഒരു രീതിക്കും നിങ്ങൾക്കതൊരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു മുതലെടുക്കാൻ വേണ്ടോ ആകരുത്. ഈ ഒരു നെഗറ്റീവ് സൈഡ് കമ്പനി മനസ്സിലാക്കി കമ്പനി അതിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണം. ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്കത് ഓൺ ചെയ്തിട്ടാൽ മതി, അല്ലാത്ത സമയത്ത് നമുക്കത് ഓഫ് ചെയ്തിടാനും സാധിക്കും. ഓക്കെ, അങ്ങനെ നമുക്കൊരു ഓഫ് റോഡിൽ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ആ ഫ്രണ്ടിൽ കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്ക് കുഴിയൊക്കെയാണ്. നമസ്കാരം, ഞാൻ രാകേഷ് ജി. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള കൈഗറാണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് ഫസ്റ്റ് കൈഗർ ഇറങ്ങിയത് 2021 ഫെബ്രുവരി സംതിങ്ങിലായിരുന്നു ആദ്യത്തെ കൈഗർ ഇറങ്ങുന്നത്. അതിനുശേഷം ഒരു ഫേസ് ലിഫ്റ്റ് വന്നത് ഇപ്പോഴാണ്. ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല രീതിക്ക് സെയിലുള്ളൊരു വാഹനം തന്നെയാണ് കൈഗർ എന്ന് പറയുന്നത്. അപ്പം ഈ വാഹനത്തിൻ്റെ വിശേഷം, അതിൻ്റെ കൂട്ടത്തിൽ ടെക്നിക്കൽ സൈഡ്, ഇതിൻ്റെ കുറേയേറെ ഡ്രോബാക്കുകളും എല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് അത് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ആദ്യത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേളിൽ വരുന്ന ഒരു ഗ്രില്ലാണ്. ഇതൊരു ഗ്രില്ലാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു ഡിസൈൻ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 1 2 3 4 5 കട്ട്സുകൾ ഇങ്ങോട്ടും 5 കട്ട്സുകൾ ഇങ്ങോട്ടും. ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോഗോ ചേഞ്ചാണ്. അതായത് പഴയ ലോഗോ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു അഭംഗി തോന്നുമായിരുന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ ഒരു ലോഗോ എന്ന് പറഞ്ഞാൽ കുറച്ചേറെ ഒരു സ്റ്റാൻഡേർഡ് ആയതുപോലെ തോന്നുന്നുണ്ട്. പഴയ സ്റ്റാൻഡേർഡ് ഇല്ലെന്നല്ല, എന്നാലും എവിടെയൊക്കെയോ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്ന ഒരു ലോഗോ ഈ ഒരു മോഡലായപ്പോൾ നല്ല കിടുവായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സംഗതി കൊള്ളാം. ഇത് ശരിക്കും ഒരു വിങ് ഷേപ്പ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നത്? അതായത് ഈ ഒരു ഭാഗം കാണുമ്പോൾ നല്ലൊരു വിങ്സ് പോലെ തന്നെ നിൽക്കുന്ന ഒരു ഫീലാണ് തോന്നുന്നത്. നമുക്കിവിടെ മേളത്തെ പോർഷനിൽ കാണാൻ സാധിക്കുന്നത് ഇതൊരു DRലാണ്. ഇതിനകത്താണ് നമ്മുടെ ഇൻഡിക്കേറ്റർ വരുന്നത്. ഇൻഡിക്കേറ്റർ ഹാലജനാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ക്ലോസിങ്, ഒരുപാട് കട്ട്സ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ എയർ ഡാം കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഫ്രണ്ട് ക്യാമറ കാണാൻ സാധിക്കും. ഞാൻ 360 ഡിഗ്രി ക്യാമറ എന്ന് എടുത്ത് പറയാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. താഴെ ഈ ഒരു വൈഡ് ഏരിയ നമുക്കൊരു എയർ ഡാം കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്പണിങ്, അതായത് ഇത്രയും ഭാഗം ഒരു മാറ്റ് സിൽവർ കളറാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അതും കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കളർ എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ബോഡി കളർ ബ്ലാക്ക്, ഒരു സ്റ്റീൽ ഫിനിഷ്, അതുപോലെ തന്നെ ഒരു ഗ്രേ കളറ് എല്ലാം ഇവിടെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഏരിയാസ് കാണാം. 2 ലോയും ഒരു ഹൈയും ആണ് വരുന്നത്. ഇവിടെ നമുക്ക് LED പ്യുവർ വിഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പഴയ ഡിസൈൻ സെയിം തന്നെയാണെങ്കിൽ എവിടേക്കോ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെ നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന ഈ ഒരു ഫോഗ് ലാമ്പാണ്. കാരണം നേരത്തെ മോഡൽസിൽ ഫോഗ് ലാമ്പ് വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹുഡ് ഏരിയ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ ഈ ഒരു ഡിസൈന്. നേരത്തെ ഈ ഒരു ഫുൾ ഡിസൈൻ ഇങ്ങോട്ട് ഇറങ്ങി വരികയായിരുന്നു. എന്നാൽ ഈ ഒരു പവർ ബൾജും അതുപോലെ ഈ സൈഡിലത്തെ ഏരിയാസ്, അതായത് ഈ ഒരു സ്കൂപ്പിഡ് ഡിസൈൻ ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം തന്നെയാണ്. ഇനി സൈഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ ആദ്യം തന്നെ നമുക്ക് നോക്കുമ്പോൾ ഈ വലിയൊരു ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. തൊട്ട് താഴെ വരുമ്പോൾ നമുക്ക് അലോയ് വീലിൻ്റെ ഡിസൈനിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഡയമണ്ട് കട്ട് അലോയ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇപ്പം വരുന്ന ഇലക്ട്രിക് വാഹനത്തിലൊക്കെ വരുന്ന പോലെ ഒരു എയറോ ഡിസൈൻ തന്നെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ടയർ സൈസ് വരുന്ന 195/60 R steel. ടയർ സൈസിനും വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല, കാരണം സെയിം ടയർ സൈസ് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ, ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ച് തന്നെ നമുക്ക് പറയാം, ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്കിവിടെ 205 mm ആണ് വരുന്നത്. ചെറിയ കാര്യമൊന്നുമല്ല. അത്യാവശ്യം എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിക്കുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. ഈ ഒരു റീച്ചും നല്ല രീതിക്ക് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ഗട്ടേഴ്സൊക്കെ ചാടിയാലും പെട്ടെന്ന് അത് ഫീൽ ചെയ്യത്തില്ല. ഈ ഒരു ക്ലാഡിങ് ഇതിലെ നേരെ താഴെ റണ്ണിങ് ബോഡി കൂടെ കയറി ഇങ്ങനെ പോകുന്ന ബാക്കിൽ വന്ന് ബാക്കിലത്തെ ബമ്പറിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് ഈ ഒരു പോർഷൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം, ഇതൊരു ഫോൾഡബിൾ ടൈപ്പ് ഇൻറ്റഗ്രേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്ന സൈഡിലൊരു ക്യാമറയും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ താഴത്തെ പോർഷനിലായിട്ട് നമുക്ക് ക്യാമറ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ടൈപ്പും അഡ്ജസ്റ്റബിൾ ടൈപ്പ് മിററാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ടെർബോ ബാഡ്ജിങ് കാണാൻ സാധിക്കും. ഇതൊരു ടെർബോ വേരിയൻ്റ് ആണ്. അതിൽ 6 റെഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാലിപ്പേഴ്സിലും റെഡ് നമുക്ക് അഡീഷണലായിട്ട് കിട്ടുന്നുണ്ട്. ഇനി സൈഡിലോട്ട് വരുമ്പോൾ ഈ ഒരു പോർഷനിലേക്ക് ഇതൊക്കെ സ്റ്റിക്കർ വർക്ക്സ് മാത്രമാണ് വരുന്നത്. ഇവിടെ ബീഡിങ്ങോ കാര്യങ്ങളൊന്നുമല്ല, സ്റ്റിക്കറാണ് വരുന്നത്. തകടെ തട്ടുന്ന പോലത്തെ ഒരു നല്ല ഫീൽ വരുന്നുണ്ട്, ഒരു ഹാർഡല്ലാത്ത പോലൊരു ഫീല്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ബ്ലാക്ക് ഫിനിഷാണ് ഡോർ ഹാൻഡിൽസിലെല്ലാം കൊടുത്തിരിക്കുന്ന. റിക്വസ്റ്റ് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും ഇവിടെ അവൈലബിൾ അല്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വാഹനത്തിൻ്റെ അടുത്തോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നേരെ ഇത് അൺലോക്ക് ആകുകയാണ്. കണ്ടോ,
ഓപ്പണായി. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് റിക്വസ്റ്റ് സ്വിച്ചിൻ്റെ ആവശ്യമില്ലാത്ത ഇതിൻ്റെ കീ ഫോബ് അല്ലെങ്കിൽ സ്മാർട്ട് കീ ഫോബ് നമ്മുടെ പോക്കറ്റിൽ എവിടെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടിയെല്ലാം ഓക്കെയാണ്. ഇതിൽ അൺലോക്ക്, ലോക്ക് ബട്ടൺ 2 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാനും ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. എസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫീച്ചർ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഈ വാഹനം ഒന്ന് ലോക്ക് ചെയ്യാണ്. ഞാൻ അതായത് പുറത്തോട്ട് ഇറങ്ങി ഈ വാഹനം ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ന്യൂട്രലാണ്. സാധാരണ മാനുവൽ വാഹനത്തിൽ ഞാനിത് കണ്ടിട്ടില്ല, ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ഇടുക. ന്യൂട്രൽ ആയിരിക്കണം, ഹാൻഡ് ബ്രേക്ക് അപ്ലൈഡ് ആയിരിക്കണം. ഈ 2 ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തതിന് ശേഷം ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അങ്ങനെ ഞാനിത് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നടക്കുന്ന സംഭവം കാണാൻ സാധിക്കും. ഇപ്പം ഈ വാഹനം സ്റ്റാർട്ടായിരിക്കുകയാണ്. ഓക്കെ, അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വാഹനം നല്ല വെയിലത്ത് പാർക്ക് ചെയ്യുന്ന സമയത്ത് AC ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റാർട്ട് ചെയ്ത് കൂളായിട്ടൊക്കെ നിർത്തി ഇടുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫിസിക്കലി ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടഡ് ആണെങ്കിൽ ഈ വാഹനം ഇപ്പോൾ ലോക്ക്ഡ് ആണ്, നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആരെങ്കിലും ഈ ഒരു താക്കോലെടുത്ത് ഇത് അൺലോക്ക് ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ നോക്കിക്കോണം, ഞാനിതിപ്പോൾ അൺലോക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അൺലോക്ക് ചെയ്തു. ഈ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിരിക്കുകയാണ്. ഏതായാലും ഫീച്ചർ കൊള്ളാം. ഞാൻ വിചാരിച്ചത് വർക്കിംഗ് അല്ലെന്നാണ്, പക്ഷേ ഏതായാലും വർക്കിംഗ് ആയിരുന്നു. അതിൻ്റെ ബാക്കിൽ പുതിയ ലോഗോ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. അതും കാണാൻ നല്ല കീടുമാണ്. ഏതായാലും സംഗതി ഒരുപാട് രസമുള്ളൊരു പ്രോഡക്റ്റാണ്. നമുക്ക് പോക്കറ്റിലൊക്കെ ഇനി ഇട്ടുകൊണ്ട് നടന്നാലും വലിയ ശല്യമില്ല. പക്ഷേ ചില സമയത്തെങ്കിലും എനിക്കിത് കുറച്ചൊരു ചങ്കി അല്ലെങ്കിൽ കുറച്ച് വലുതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ബാക്കിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റൂഫ് റെയിൽസ് കാണാൻ സാധിക്കും. ഇതൊരു ആക്റ്റീവ് റൂഫ് റെയിൽസ് ആണ്. അതായത് 50 കിലോ വരെ ഇത് താങ്ങും എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടണമെന്നുള്ള അപ്പുറം ഇപ്പുറം കൂടി ഒരു പൈപ്പ് വെച്ച് കെട്ടി എന്തെങ്കിലുമൊക്കെ ലോഡ് കൊണ്ടുപോകണമെന്നുള്ള വലിയ കുഴപ്പമില്ലാതെ ലോഡൊക്കെ കൊണ്ടുപോകാനും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി ലോഡ് എടുത്ത് വെക്കാനല്ല ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് ബി പില്ലേഴ്സിൽ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. മേളിൽ ഗ്ലോസി ബ്ലാക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു പാർട്ടീഷനിൽ കൂടെ കയറിയാണ് ഇങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പഴയതിൻ്റെ സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. സ്പോയിലേഴ്സ് ആണെങ്കിലും അതിൻ്റെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു സൈഡ് ചെരിഞ്ഞ് പോകുന്നത് ഒരു ഡിസൈൻ എലമെൻറ്റിൽ ചെറിയൊരു വ്യത്യാസം. പിന്നെ മെയിനായിട്ടൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു ടെയിൽ ലാമ്പിലുള്ളൊരു വ്യത്യാസമാണ്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് ടെയിൽ ലാമ്പ് ആക്കിയിട്ടുണ്ട്. കാരണം പണ്ടത്തെ മോഡലെന്ന് പറഞ്ഞാൽ നമുക്ക് റെഡായിട്ട് തന്നെ എടുത്ത് കാണാമായിരുന്നു. ഇപ്പം ഫുൾ ട്രാൻസ്പെറൻ്റ് ആണ്. ഇതിനകത്ത് ഫുൾ LED ആണ് വരുന്നത്. ഇതിൻ്റെ റിവേഴ്സ് ബൾബും ഇൻഡിക്കേറ്ററും ഒഴിച്ച് ബാക്കിയുള്ളത് ഫുള്ള് നമുക്ക് LED ആണ് കിട്ടുന്നത്. ബാക്കി ലയൻസും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. കൈഗർ എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ടിങ്ങിന് വ്യത്യാസമുണ്ട്, ലോഗോയ്ക്കും ചേഞ്ച് ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം ആസ് ഇറ്റ് ഈസ് സെയിം തന്നെയാണ്. നമുക്ക് വൈപ്പേഴ്സ് കിട്ടുന്നുണ്ട്, റിയർ ഡീഫോഗേഴ്സ് കിട്ടുന്നുണ്ട്, ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പും വാഷർ സ്പ്രേ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിനെയും വരുന്നുണ്ട്. തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബമ്പർ ഏരിയ നോക്കുകയാണെങ്കിൽ നേരത്തെ ഏരിയയിൽ തന്നെ ഇവിടെയായിരുന്നു നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പുതിയ മോഡൽസിലൊക്കെ ഇവിടെ ഈ 2 സൈഡിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിഫ്യൂസർ പോലെ അല്ലെങ്കിൽ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സിൽവർ എലമെൻറ്റിൽ 3 പാർക്കിംഗ് സെൻസേഴ്സാണ് വരുന്നത്. 1, 2, 3 പാർക്കിംഗ് സെൻസേഴ്സ്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ നമുക്കിവിടെ താഴത്തെ പോർഷനിലാണ് വരുന്നത്. ഇവിടെയും ക്രോം എലമെൻ്റ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ക്രോം ഡീക്രോം ചെയ്തൊരു എലമെൻറ്റ് പോലെ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആദ്യം കാണാൻ സാധിക്കുന്ന ഈ ഒരു പാർസൽ ട്രേ നമ്മുടെ നേരത്തെ കണ്ട ബ്ലാക്ക് ലൈൻ്റെ അവസാനം ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ കൊണ്ടുവന്ന് അത് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻസിലൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻഷ്യേറ്റ് ശരിക്കും അറിയാൻ പറ്റും. ഇവിടെ നിന്ന് ലൈൻ വന്ന് ഇവിടെ കൊണ്ടുവന്ന് തീരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു പാർസൽ ട്രേ കാണാൻ സാധിക്കും. കാണാൻ നല്ല അടിപൊളിയാണ്. നമുക്ക് ഇവിടെ വേണ്ട ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തിൽ ഓപ്പൺ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ 405 ലിറ്റർ ബൂട്ട് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് 2 ഹുക്കുകൾ ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു നെഗറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ ലോഡിംഗ് ലിപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടോ, ഇത്രയും വലിപ്പം കൊടുത്തിട്ടുണ്ട്. അതായത് ഇത്രയും വലിപ്പം ലോഡിംഗ് ലിപ്പിന് വരുന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് ഈ പൊക്കി ഇതിനകത്തോട്ട് കയറ്റി വയ്ക്കുക, ഇവിടുന്ന് പിന്നെ എടുത്ത് തിരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതൊരു നെഗറ്റീവ് സൈഡായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇതൊരു 60-40 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ സൈഡിലൊരു 60യും ആ സൈഡിലൊരു 40 സ്പ്ലിറ്റ് സീറ്റ് കിട്ടുന്നുള്ളതുകൊണ്ട് നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് പിന്നെ നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഏതായാലും ആദ്യം തന്നെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഡോറിൻ്റെ സൈഡ് തൊട്ടുള്ള വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മിറേഴ്സ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച്, മിറർ അഡ്ജസ്റ്റ് ചെയ്യണം. റൈറ്റ് വേണമെങ്കിൽ റൈറ്റ്, ഇനി ലെഫ്റ്റ് വേണമെങ്കിൽ ലെഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ സെറ്റ് ചെയ്യാം. ഡൗണ്, റൈറ്റ്, ഡൗണ്, ലെഫ്റ്റ്, അപ്പ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലെ ഓട്ടോ ഡൗൺ, 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം നോർമൽ സ്വിച്ചുകളാണ് നമുക്കിവിടെ കിട്ടുന്നത് ലോക്ക് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ നമുക്കിവിടെ സ്പീക്കർ യൂണിറ്റ് കാണാൻ സാധിക്കും. അത്യാവശ്യം
ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബോട്ടിലെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെയും അത്യാവശ്യം കുറച്ച് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇത്രയും ഏരിയ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ മെയിൻ ഒരു വ്യത്യാസം നമുക്ക് നോക്കാനാണെങ്കിൽ തന്നെ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു കളർ തീം തന്നെയാണ്. അതായത് ഒരു വൈറ്റിൽ അല്ലെങ്കിൽ ഒരു ബീജ് കളർ അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളർ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഒരു ഓഫ് വൈറ്റ് കളർ കാണാം. ഇവിടെ കുറച്ച് ടെക്സ്ചർ ഉള്ളൊരു ടൈപ്പും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ടെക്സ്ചേഴ്സ് വേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് ഈ ഒരു ക്രാഷ് പാഡിൽ കൊടുത്തിരിക്കുന്ന ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ കാണാനും നല്ല രസമുണ്ട്. ഒരു ഷർട്ടിൻ്റെ ഒരു കളർ ഒരു ഡിസൈൻ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ക്ലീൻ എയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ AC ഫിൽറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം. തൊട്ട് താഴെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഹെഡ്ലൈറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നോബ് കാണാൻ സാധിക്കും. ഇവിടെ താഴെയായിട്ടാണ് നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പെഡൽസ് ഒക്കെ കുറച്ച് ഓപ്പൺ ആണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു APP സെൻസർ, അതായത് ആക്സിലറേറ്റർ പെഡൽ പൊസിഷൻ സെൻസർ, നമുക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും ഒന്ന് കവർ ചെയ്ത് വെക്കാമായിരുന്നു എന്നൊരു സജഷൻ എനിക്കുണ്ട്. ഇതൊക്കെ വെറും സജഷൻസ് മാത്രമാണ്. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഇവിടെ ഒരു TFT സ്ക്രീൻ കാണാൻ സാധിക്കും. അതായത് ഒരു 7 ഇഞ്ചിൻ്റെ TFT സ്ക്രീൻ നമുക്കിവിടെ കാണാം. അത് ഓണായി വരുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ക്ലസ്റ്റർ മീറ്ററിനകത്ത് തന്നെ അറിയാൻ സാധിക്കും. ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്പീഡോമീറ്റർ വരുന്ന ഫുള്ളി ഡിജിറ്റലാണ്. ടാക്കോമീറ്ററും ഡിജിറ്റലാണ്. പക്ഷേ ഡിജിറ്റലി അനലോഗ് ആയിട്ടാണ് അത് കാണിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഫ്യൂവൽ ഇൻഡിക്കേഷൻ, അപ്പുറം നമുക്ക് ഹീറ്റിൻ്റെ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കൺട്രോൾസ് നമുക്ക് ഈ റൈറ്റ് സൈഡിലാണ് വരുന്നത്. അതായത് ഇപ്പം നമുക്ക് വേണ്ട ആഡ് ഓൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചറും കൂടെയാണ് ക്രൂയിസ് കൺട്രോളും കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട ഇവിടെ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി അതിവിടെ ഇങ്ങനെ മാറ്റും തോറും ഓരോന്നായിട്ട് നമുക്ക് ഫ്യൂവലിൻ്റെ ഹിസ്റ്ററി അറിയാൻ സാധിക്കും. ഒന്നുകൂടെ മാറ്റിക്കഴിഞ്ഞാൽ ആവറേജ്, ഒന്നുകൂടി ഇത് സെൻട്രി പ്രസ് ചെയ്ത് കഴിഞ്ഞാലല്ല, ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് ഞാനിപ്പോൾ ഏകദേശം ഒരു 26+, അതായത് ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഒരു 7 കിലോമീറ്റർ, അതായത് ഏകദേശം ഒരു 30+ കിലോമീറ്റർ ഈ വാഹനം ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അന്നേരം എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഫ്യൂവൽ എഫിഷ്യൻസി എത്രയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 13.3 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ TPMS ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. ബാക്കി 3 പേരും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ 3 ഡോട്ട്സും ഇവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് കാണാൻ സാധിക്കുന്ന എല്ലാം നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ സ്വിച്ചുകളൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ഇവിടെ ഒരു വലിയ ഗുമ്മായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അല്ല, ജസ്റ്റ് ഒരു ഓക്കെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കിവിടെ കിട്ടുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുമെല്ലാം വയർലെസ് ആയിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. പിന്നെ ഡ്രൈവ് ഈക്കോ, അതിനകത്ത് നമുക്ക് ഈക്വൽ ഡ്രൈവ് ചെയ്തിട്ട് നമ്മുടെ ആക്സിലറേഷൻ, ഗിയർ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ, നമ്മുടെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മീഡിയ, ഇപ്പം നമുക്ക് മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം മീഡിയയിലൊന്നും കണക്റ്റഡ് അല്ല. അതുപോലെ തന്നെ റേഡിയോ എടുത്തു കഴിഞ്ഞാൽ റേഡിയോസിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും. സ്മാർട്ട് ഫോൺ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കിനി ഈ ഒരു ഭാഗം നമുക്കിവിടെ ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതായത് ഈ പുതിയ മോഡലിന് വന്നിരിക്കുന്ന ഓട്ടോ ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇൻഡിക്കേറ്റേഴ്സ് ഹൈ ലോ. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വൈപ്പറിന് നമുക്ക് ഓട്ടോ ഫീച്ചർ വരുന്നുണ്ട്. അതിനാണ് ഈ ഓട്ടോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പം ഇപ്പോൾ ഓഫ്, ഇതിപ്പോൾ ഓട്ടോ മോഡാണ് ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഓട്ടോ മോഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് ഓണാണെന്ന് കാണിക്കാൻ പറ്റും. ഒരു തവണ ആ വൈപ്പർ ഒന്ന് വർക്ക് ചെയ്ത് ഓഫ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് പറയാം. ഇനി ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി തൊട്ട് താഴെ നമുക്ക് AC-യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടും ഓരോ സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഓഫാണ്. തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ സീറ്റ് വെന്റിലേഷൻ, അതായത് നമുക്ക് ഈ കിട്ടുന്ന ഡ്രൈവർ സൈഡിലെയും ഡ്രൈവർ സൈഡിലെയും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ റെനോയുടെ ഒരു എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ലോഗോയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഈ ഹോൾസ് എല്ലാം കൊടുത്തിരിക്കുന്ന ഒരു വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അപ്പോൾ ഈ വെന്റിലേറ്റഡ് സീറ്റ്സ് ഓൺ ചെയ്യാൻ വേണ്ടി ഇത് പ്രസ് ചെയ്താൽ മതി. ഇവിടെയും ഇത് ഡ്രൈവർ സൈഡിൻ്റെയാണ്, ഇത് ഡ്രൈവർ സൈഡിൻ്റെയാണ്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ തന്നെ ഉണ്ട്. ഞാനത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇല്ല, ഇപ്പോൾ ഓണാണ്. ഒന്നും പ്രസ് ചെയ്ത് ഇത് ഓഫ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹസാർഡ് സ്വിച്ച് വരുന്ന ഇവിടെയാണ്. ഡീഫോഗറിൻ്റെ സ്വിച്ച് വരുന്ന ഇവിടെ തന്നെയാണ്. അത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ റിയർ ഡീഫോഗർ ഓൺ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി കാണിക്കും. അത് ഞാൻ ഓഫ് ചെയ്തു. അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ക്യാമറയുടെ കാര്യം. അപ്പോൾ ക്യാമറ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യാമറ വ്യൂസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒന്ന് റിവേഴ്സ് ഇടുകയാണ്. ഇപ്പോൾ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ക്യാമറ എനിക്ക് കാണാം. ഇതുപോലെ ഓരോ സ്വിച്ചും ഞാൻ പ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇത് മാറുന്നത്. ശ്രദ്ധിച്ചോണം, ഇത് ബാക്ക് വ്യൂ, ഇത് ഫ്രണ്ട് വ്യൂ, ഇത് സൈഡ് വ്യൂ, ഇത് ലെഫ്റ്റ് സൈഡ് വ്യൂ. ഇനി ഞാൻ ഗിയേഴ്സ് മാറ്റി ന്യൂട്രലോട്ടാക്കി. ഓക്കെ,
അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ക്യാമറ ഞാൻ പ്രസ് ചെയ്തു. ഈ ക്യാമറ ശ്രദ്ധിച്ചോണം, പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു വ്യൂ മാത്രം അറ്റ് എ ടൈം കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു നോർമൽ 360 ഡിഗ്രി ക്യാമറ അല്ല കിട്ടുന്ന, പകരം നമുക്കിവിടെ കിട്ടുന്നത് ഓരോ ആംഗിൾസും നമുക്ക് കാണേണ്ട ഏത് ആംഗിളാണോ ആ ആംഗിൾ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആംഗിൾസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പം ഫ്രണ്ടാണ് നമ്മൾ ഈ കാണുന്നത്, ഇത് ബാക്കാണ്, ഇത് ഫ്രണ്ടാണ് നമ്മൾ കാണുന്നത്, ഇത് നമ്മുടെ റൈറ്റ് സൈഡാണ്, ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡാണ്. അപ്പം ഈ സൈഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ ഒരു 360 ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊരു അഡ്വാൻറ്റേജ് ആണോ എന്ന് ചോദിച്ചാൽ അപ് ടു ദ പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതേ സ്ഥാനത്ത് ഒരു ടെർബോ ചാർജർ എഞ്ചിൻ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എ സിയുടെ പൊസിഷൻ ഏത് രീതിക്ക് വേണമെന്ന്, ഇതിപ്പോൾ ഒരു ഡീഫോഗറിൻ്റെ രീതിയും മാത്രം ബാക്കിലോട്ട് തിരിച്ച കാലിലോട്ട് വരുന്നു, ഒന്നുകൂടെ തിരിച്ചാൽ നമ്മുടെ ഫേസിലോട്ട് വരുന്ന പൊസിഷൻ, ഫേസും ലെഗും കൂടെ ഒന്നിച്ച് വരുന്ന പൊസിഷൻ, ലെഗിലോട്ട് മാത്രം വരുന്ന രീതി. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ നോർമൽ രീതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം എത്ര വേണമെന്നുള്ളത്. നമുക്കിപ്പം നോർമൽ ലോ മതി എന്നുണ്ടെങ്കിൽ 19 കഴിഞ്ഞാൽ ലോ ആണ് വരുന്നത്. ഫാനിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇനി അതുപോലെ തന്നെ ഡീഫോക്കസ് നമുക്ക് ഇവിടെ നിന്ന് ഓൺ ചെയ്യാം, അത് ഓഫ് ചെയ്യാം. എ സിയുടെ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. ഇൻറ്റേർണൽ സർക്കുലേഷൻ്റെ സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോ എ സി വേണമെങ്കിൽ നമ്മളിവിടെ പ്രസ് ചെയ്താൽ ഓട്ടോ എ സി ഓൺ ആണ്. ഓട്ടോ എ സി ഓഫ് ചെയ്യണമെങ്കിൽ സ്പീഡ് ഒന്ന് കുറച്ചാൽ മതി. അതുപോലെ തന്നെ ഇവിടെ തൊട്ട് താഴെ ഒരു ട്രേ പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഫോണും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് നമുക്ക് USB-യുടെ A ടൈപ്പ് പോർട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കാണാൻ സാധിക്കും. ഇതാണ് പുതിയതായിട്ട് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു മാറ്റം. അതായത് നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച്, അതൊരു ഓൺ ഓഫ് സ്വിച്ച് നമ്മൾ ഡ്രൈവറിൽ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ആദ്യമാണ് ഈ ഒരു സ്വിച്ചും നല്ല കീഴ് ഫീച്ചറാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു മൊബൈൽ ഫോൺ ചാർജർ, അതായത് ഒരു വയർലെസ് ചാർജിങ് പാഡ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനൊരു ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്, കാരണം സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റെഡ് ലൈറ്റ് കാണാൻ സാധിക്കും, സ്വിച്ച് ഓൺ ആണ്. ഞാനത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റ് ഓഫായി. അതായത് ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്കത് ഓൺ ചെയ്തിട്ടാൽ മതി, അല്ലാത്ത സമയത്ത് നമുക്കത് ഓഫ് ചെയ്തിടാനും സാധിക്കും. കഴിയുമ്പോഴത്തേക്കും വേണ്ടി ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു ലൈറ്റിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഞാനിത് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ലൈറ്റ് കത്തും, വേണ്ട ഇവിടെയും ലൈറ്റ് കത്തും, വേണ്ട ഇവിടെയും ലൈറ്റ് കത്തും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രിയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എപ്പോൾ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് നയിക്കാം. പക്ഷേ എനിക്കിതിനോടൊരു ചെറിയ യോജനക്കുറവുണ്ട്. കാരണം ആവശ്യമുള്ളപ്പോൾ ഓൺ ചെയ്താൽ മതി, ഇല്ലെന്നല്ല. പക്ഷേ ഇത് നമ്മൾ കീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വാഹനം ഓഫ് ചെയ്യുന്നു, അന്നേരം ഓഫ് ആവും. ഒന്നുകൂടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണോ അന്നേരം ആ ലൈറ്റ് അന്നേരം തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഓണായാണ് നിൽക്കുന്നത്. അത് ഓഫ് ആകുന്ന ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ല. അപ്പം ഫുൾ ടൈം ഇത് ഓണായി നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും കുഴപ്പമില്ല എന്ന് പറയാം. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. കാരണം ഇങ്ങനൊരു ലൈറ്റ് ഫുൾ ടൈം ഓണാക്കി ഇടുന്നത് നല്ലതാണോ എന്നുള്ളൊരു സജഷൻ എന്താണ് നിങ്ങൾക്ക് വരുന്നതെന്നും കൂടെ ഒന്ന് പറയുക. കാരണം ഇത്രയും വലിയൊരു സ്വിച്ച് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്പേസ് അതിനുവേണ്ടി വെറുതെ കളഞ്ഞോ എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവ് മോഡ്സ് ഇവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സ്പോർട്ട് മോഡ് വേണമെങ്കിൽ അങ്ങനെ, ഇക്കോ മോഡ് വേണമെങ്കിൽ ഇങ്ങോട്ട് തിരിക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം, ഇപ്പോൾ സ്പോർട്ട് മോഡാണ് നിൽക്കുന്നത്. ഇനി ഞാനത് ഇക്കോ മോഡിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി നോർമൽ മോഡ് വേണമെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്താൽ, താഴോട്ട് പ്രസ് ചെയ്താൽ നോർമൽ മോഡാണ്. ഞാനൊന്ന് താഴോട്ട് പ്രസ് ചെയ്തു, അന്നേരം അത് നോർമൽ മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡ്രൈവിൻ്റെ കാര്യം കൂടി ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ള. നമുക്കൊരു മാനുവൽ ഗിയർ ബോക്സ് ആണ് ഇവിടെ വരുന്നത്, ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. ആ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഏരിയ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ഓപ്പണിങ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോറേജ് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ആം റെസ്റ്റും കാണാൻ സാധിക്കും. അത് തുറന്നു കഴിഞ്ഞാൽ ഇതൊരു വൈഡ് ഓപ്പൺ ഏരിയ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ പഴയ മോഡലിന് നമുക്കിവിടെ ഒരു മിററും കൂടെ വരുന്നുണ്ടായിരുന്നു, ഇവിടെ അത് മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് കാണാൻ സാധിക്കും, LED ആണ്. അത് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ആംബിയൻ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ വരുന്നത്. അതായത് ഈ റൂമിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ഇവിടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സെൻസർ അവിടെ മേളിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം. ഇവിടെ തൊട്ട് മേളിലായിട്ട് നമുക്ക് ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്ന ബെസല്ലസ് ടൈപ്പ് റിയർ വ്യൂ മിററാണ് കിട്ടുന്നത്. അതൊരു കിടു ഫീച്ചറാണ്. പക്ഷേ ഈ കിടു കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു മോശം അവർ കാണിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു വയറൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് എടുത്ത് കാണത്തക്ക രീതിയിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് മോശമായില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതേ മൈക്കിൻ്റെ യൂണിറ്റ് വരുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് നെഗറ്റീവായിട്ട് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലെ കൺട്രോൾസ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഒരു പോർഷനിലായിരിക്കും നമുക്ക് കൺട്രോൾസ് കുറച്ചുകൂടെ എളുപ്പം. ഇത്രയും ബാക്കിലോട്ട് വന്ന് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച്, അതായത് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഞാനിപ്പം സാധാരണ ഒരു രീതിക്ക് നമ്മുടെ കൺട്രോൾസ് എല്ലാം ഇവിടെ വരികയാണെങ്കിൽ ഇതിപ്പോൾ എനിക്ക് ഇത്രയും കൂടെ മാറിയാലേ ഇപ്പോൾ പവർ വിൻഡോ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ, പവർ വിൻഡോ ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യുന്ന ആർക്കെങ്കിലും ഈ ഒരു പ്രോബ്ലം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇട്ടേക്കുക. എൻ്റെ മാത്രം ഫീലിങ്സ് ആണ് ഞാൻ അവിടെ പറഞ്ഞത്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വരുന്നത് നമുക്ക് ടിൽറ്റ് മാത്രം വരുന്നുള്ളൂ, ടെലിസ്കോപ്പിക് ഇല്ല. അപ്പോൾ ഏറ്റവും താഴെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തു. എനിക്ക് സ്റ്റിയറിംഗിൻ്റെ കാര്യത്തിൽ എടുത്ത് പറയാനുള്ള കാര്യം ഇപ്പം വളരെ സ്മൂത്താണ് കണ്ടോ. ഞാനിപ്പോൾ ഒറ്റ വിരലിൽ തന്നെ എനിക്ക് തിരിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ഓക്കെ. പക്ഷേ ഈ വാഹനം ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അത് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റിയറിംഗ് അത്യാവശ്യം ഹാർഡാണ്. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടെർബോ വേരിയൻറ്റിന് അങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്. നമുക്കിനി കോ ഡ്രൈവർ സൈഡിലൊന്ന് ഇരുന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നൊരു കാര്യം ഗ്ലോ ബോക്സ് ആണ്. ഹായ്, കാലേ തട്ടിയില്ല. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് വലിയ കുഴപ്പമില്ല. ഗ്ലോ ബോക്സിനകത്ത് നമുക്ക് അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പോക്കറ്റ്സുകളുണ്ട്. നല്ലൊരു കാര്യമാണ്. അങ്ങ് അറ്റം വരെ ഏതായാലും സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ സൈഡിലൊരു ചെറിയ എന്തോ ഒരു പോക്കറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ആ പോക്കറ്റിൽ എന്തെങ്കിലും ഇടാം. ഈ ഒരു സൈഡിലൊരു പോക്കറ്റ് ഏരിയ ഉണ്ട്. ഇവിടെ എന്തെങ്കിലും കാർഡ്സോ കാര്യങ്ങളൊക്കെ വെക്കാൻ സാധിക്കും. അത് മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇവിടെ ഒരു അപ്പർ ഗ്ലോ ബോക്സും ഉണ്ട്. നല്ലൊരു കാര്യമാണ്. ഫോണോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്കിവിടെ അത്യാവശ്യമുള്ളതൊക്കെ വെക്കാനും സാധിക്കും. കൂൾഡ് ഗ്ലോ ബോക്സ് അല്ല, താഴത്തത് കൂൾഡ് ഗ്ലോ ബോക്സ് ആണ്. ഇവിടെ ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും. ഇവിടെയാണ് അതിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. അതൊരു നല്ല പോയിൻ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലിരിക്കുന്ന സമയത്ത് അത്യാവശ്യം ഇവിടെ ഒരു കൈ വയ്ക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ആംബ്രസ്റ്റ് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതും കൊള്ളാം. അതുപോലെ തന്നെ ഇവിടെ ഒരു മിറർ കാണാൻ സാധിക്കും. എനിക്ക് നോക്കി അടിപൊളി, ആഹാ കൊള്ളാമല്ലോ എന്നൊക്കെ നോക്കി എൻ്റെ തലമുടിയൊക്കെ ചീകി സെറ്റാക്കാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഗ്രാബ് റെയിൽ കാണാൻ സാധിക്കും. എന്തോ എനിക്കൊരു വാഹനം അത്യാവശ്യം ചെറുതാണ്. നീളം ഉണ്ടെങ്കിലും വീതി ഇച്ചിരി കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടുപേരും അത്ര അടുത്തടുത്താണ് ഇവിടെ ഇരിക്കുന്നത്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം എനിക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ പറയത്തൊക്കെ വലിയ ഫീച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ട് അതിനകത്തൊരു ആക്സസ്മെൻറ്റ് വരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് സൈഡിലോട്ട് തിരിഞ്ഞ് നോക്കാം. ഓക്കെ, ഇനി ബാക്ക് സൈഡിലോട്ട് വന്നിരിക്കുകയാണെങ്കിൽ ഏതായാലും ഈ ഒരു സീറ്റ് അത്യാവശ്യം എൻ്റെ ഒരു ലെഗ് ഏരിയയിലാണ് നിന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ആ ഗ്ലോ ബോക്സ് തുറന്ന സമയത്ത് എൻ്റെ മുട്ടിൽ തട്ടിയില്ല, കാലിലോട്ട് വന്ന് തട്ടുമൊന്നും ചെയ്തില്ല. അത് വെച്ച് നോക്കാനാണെങ്കിൽ ഇതിൻ്റെ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ സുഖമാണ്. ബാക്കിൽ നല്ലൊരു ഏരിയ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. തൈ സപ്പോർട്ടും അത്യാവശ്യം ഓക്കെ തന്നെയാണ്. കാരണം കാലെനിക്ക് ഇത്രയും നീട്ടി വെച്ചിരിക്കാൻ സാധിക്കുമ്പോഴത്തേക്കും തൈ സപ്പോർട്ടിന് അത്രയും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. ഇവിടെ ഒരു 2 പേർക്ക് കംഫർട്ടബിളായിട്ട്, വളരെ കംഫർട്ടബിളായിട്ടിരിക്കാം. മൂന്നാമതൊരാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മൂന്നാമതൊരാളെ ഇരുത്തുന്ന കഴിഞ്ഞാൽ നമുക്ക് ഈ ആംബ്രസ്റ്റ് കൈയൊക്കെ വെച്ച് യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ സജസ്റ്റ് ചെയ്യും. ഇവിടെ ഒരു മൊബൈൽ ഫോണോ കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം. 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ പറയുന്ന പോലെ സെൻറ്ററിൽ ഇരിക്കുന്ന ഒരാൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും. കാരണം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഈ ബാക്കിൽ വരുന്ന ഈ ആംബ്രസ്റ്റ് കാരണം ഈ ഒരു പോർഷൻ ഹാർഡായിരിക്കും. അതേ സ്ഥാനത്ത് ഈ ഒരു പോർഷനിൽ നമുക്ക് അത്ര ഹാർഡായിട്ട് തോന്നത്തില്ല. നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ. അതുപോലെ തന്നെ കമ്പനി 2 പേർക്ക് മാത്രമാണെന്ന് തോന്നുന്നു പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം സെൻട്രലുള്ള ആൾക്ക് ഹെഡ് റെസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവനെ അവിടെ പരിഗണിക്കുന്നതേ ഇല്ല എന്നെനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. 6 എയർ ബാഗ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗ്രാബ് റെയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റും വരുന്നുണ്ട്. അത് LED ആണ്. നല്ല കാര്യമായിട്ട് തന്നെ നമുക്കത് പറയാൻ സാധിക്കും. തന്നെ നമുക്ക് റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു പൊസിഷനിൽ സെറ്റ് ചെയ്യാം. സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനില്ല. നമുക്കിത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനെ ഇവിടെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ താഴെ ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഈ വാഹനത്തിൽ ഒരിടത്തും ഞാൻ C ടൈപ്പ് കണ്ടില്ല. പുതിയ മോഡൽസ് ആയിട്ട് പോലും C ടൈപ്പ് വരാത്ത ഒരു കുറച്ചൊരു മോശമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. ഈ ഒരു ബാക്കിൽ 12 വോൾട്ട് നമുക്ക് C ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഇല്ലെന്നല്ല. എന്നാലും അതും കൂടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു മാഗസീൻ ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലും നമുക്കത് കാണാൻ സാധിക്കും. ഏതായാലും ഓവറോൾ അകത്ത് വലിയ കുഴപ്പമില്ല. ഇനി ഒരു നെഗറ്റീവ് സൈഡും കൂടെ നിങ്ങളോട് ഞാൻ പറയാം. അതായത് ആരും തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാനത് എടുത്ത് പറയുന്നത് ഒരു രീതിക്കും നിങ്ങൾക്കതൊരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു മുതലെടുക്കാൻ വേണ്ടോ ആകരുത്. ഈ ഒരു നെഗറ്റീവ് സൈഡ് കമ്പനി മനസ്സിലാക്കി കമ്പനി അതിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണം എന്ന് തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഫ്രണ്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ വാഹനത്തിനകത്തിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഡോറ് അൺലോക്ക്ഡ് ആണ്. അതുകൊണ്ട് എനിക്ക് തുറക്കാൻ പറ്റും. ഞാനിത് അടച്ചു. ഞാൻ ഈ വാഹനം ഒന്ന് ലോക്ക് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ വാഹനം ലോക്ക്ഡ് ആണ്. പക്ഷേ ഇവിടെ വരുന്നൊരു നെഗറ്റീവ് സൈഡ് എന്നാണെന്നറിയോ? ഈ ഒരു കൊളുത്ത് നിങ്ങൾക്ക് കാണാം. ഞാൻ അൺലോക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ കാണുന്ന ഒരു കൊളുത്ത്, ഈ കാണുന്ന ഒരു കൊളുത്ത്, ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട്. നമുക്ക് തുറക്കാനും അടയ്ക്കാനും ഒക്കെ സാധിക്കും. പക്ഷേ ഇവിടെ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണി അറിയാവുന്ന ഒരാൾ, പണി അറിയണമെന്നില്ല, സിമ്പിളായിട്ടൊരു കമ്പി വളച്ചിട്ട് അത് തുറക്കാൻ സാധിക്കും. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത്രേ പറഞ്ഞു തരുന്നുള്ളൂ, ബാക്കി കൂടുതലൊന്നും പറഞ്ഞു തരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം ഈ വാഹനത്തിൻ്റെ എൻജിൻ സൈഡ് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ വാഹനത്തിൻ്റെ എൻജിൻ സൈഡ് ഒന്ന് കാണാം. ഏതായാലും മെയിനായിട്ട് പറയാനുള്ള ഈ വാഹനത്തിന് 1 ലിറ്റർ എൻജിൻ മാത്രമാണ് വരുന്നത്. പക്ഷേ 1 ലിറ്ററിൻ്റെ തന്നെ 2 എൻജിൻ ഓപ്ഷൻസ് ആണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
1 ലിറ്ററിൻ്റെ തന്നെ ടെർബോ ചാർജ് എഞ്ചിനും കിട്ടുന്നുണ്ട്, 1 ലിറ്ററിൻ്റെ തന്നെ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ കൂടുതലുള്ളൊരു ടെർബോ ചാർജ് എഞ്ചിനാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ടെർബോയും കാര്യങ്ങളൊക്കെ ബാക്കി വരുന്നത്. ഏതായാലും ഈ ഒരു കുഞ്ഞ് എഞ്ചിൻ ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോൾ ഒരു ഓക്കെ ഫീൽ. ഭയങ്കര ഒരു ഗുമ്മനൊന്നും പറയത്തില്ല, കോമ്പാക്ട് SUV എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഒരു എഞ്ചിൻ പവർ വൈസ് നോക്കുകയാണെങ്കിൽ ആ ഒരു പവർ നിങ്ങൾ ഒരു കാരണവശാലും പ്രതീക്ഷിക്കരുത്. മൈലേജ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കമ്പനിയൊക്കെ പറയുന്നൊരു 20.9 ഒക്കെ പറഞ്ഞാലും ഏകദേശം ഒരു 16 to 18 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഈ വാഹനം ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ അത്യാവശ്യം സിറ്റീസാണ് കൂടുതൽ ഡ്രൈവ് വന്നത്. എനിക്ക് ഏകദേശം 13.4 ആണ് ഇതിൻ്റെ മൈലേജ് കാണിച്ചത്. പിന്നെ നമുക്ക് ഈ കാണുന്ന 1 ലിറ്റർ ടെർബോ ചാർജർ 3 സിലിണ്ടർ എഞ്ചിനിൽ കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ 100 PS പവർ 160 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. CVT ആണെന്നുണ്ടെങ്കിൽ പവർ സെയിം ആണല്ലോ, ടോർക്ക് വ്യത്യാസം വരുന്നുണ്ട്, 152 Nm ടോർക്കുമാണ് വരുന്നത്. അതേ സ്ഥാനത്ത് ഒരു 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ 72 PS പവറും 96 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് കിട്ടുന്നൊരു മൈലേജ് എന്ന് പറഞ്ഞാൽ 19.83 മൈലേജുമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം കാണുമ്പോഴത്തേക്കും അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത്ര ഒരു പോർഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈയിട്ട് പണിയെടുക്കാൻ വേണ്ടിയുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ കേബിൾ വന്ന് കയറുന്നത് നിങ്ങൾക്ക് പലർക്കും കാണാൻ സാധിക്കും. ഈ സൈഡിലും അത് അവൈലബിൾ ആണ്. ആ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലിവറാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ലിവർ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ ആ ഒരു ലിവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മോട്ടോർ വരികയാണെങ്കിൽ പിന്നെയും ഹെഡ്ലൈറ്റിൻ്റെ കോസ്റ്റ് കൂടുകയാണ്, ആ ഒരു കോസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഈ മേളിലായിട്ട് തന്നെ നമുക്കിവിടെ ലൈറ്റ് സെൻസറും കാണാൻ സാധിക്കും, റെയിൻ സെൻസറും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മഴയുള്ള സമയത്താണെങ്കിലും വെട്ടമില്ലാത്ത സമയത്താണെങ്കിലും ഓട്ടോ ഹെഡ്ലൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വൈബ്രേഷൻ കാണാൻ സാധിക്കും. അത്യാവശ്യം 3 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു വൈബ്രേഷൻ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ക്യാബിനിലോട്ട് അത്രയും വരുന്നില്ല, കാരണം നല്ല എഞ്ചിൻ മൗണ്ടിങ്സ് ആയതുകൊണ്ട് തന്നെ ക്യാബിനിൽ ചെറിയ രീതിക്കുള്ള വൈബ്രേഷൻ, പക്ഷേ വൈബ്രേഷൻ ഒട്ടും തന്നെ ഇല്ലെന്ന് പറയാൻ സാധിക്കത്തില്ല. വൈബ്രേഷൻ ഉണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി ചെറിയ വൈബ്രേഷനാണ്. എന്നാൽ ട്രൈബർ വെച്ച് കമ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന് വൈബ്രേഷൻ കൂടുതലായിട്ടാണ് തോന്നുന്നത്. ട്രൈബർ ഒരു രക്ഷയില്ല എന്ന് തന്നെ എനിക്ക് ഓപ്പണായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു ഡ്രൈവ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഏതായാലും ഹിൽ ഹോൾഡ് അസിസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനുണ്ടോ അതോ ഓട്ടോമാറ്റിക്കിന് മാത്രമാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സ്ഥിരം ഡ്രൈവ് റൂട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഓവറോൾ എനിക്കൊരു നെഗറ്റീവ് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ചെറിയൊരു ടൈറ്റ്നസ് ഫീൽ, അതൊരു ടെർബോ വേരിയൻ്റ് ആയതുകൊണ്ടാണെന്നാണ് ഞാൻ എൻക്വയറി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം. അല്ലാത്ത പക്ഷം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രൈബർ ഡ്രൈവ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം, സ്റ്റിയറിങ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞതുപോലെ. ഇതിപ്പോൾ നമ്മൾ ഒരു ഐഡ്ലിങ്ങിൽ നിർത്തിയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് സ്റ്റിയർ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സ്റ്റിഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്ഥിരം കയറ്റം എത്തി. നമുക്ക് നോക്കാം. നമ്മളൊന്ന് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ കയറ്റത്തെ നമ്മൾ കയറ്റി നിർത്തിയൊക്കെയാണ്. ബ്രേക്കിൽ നിന്ന് ഞാൻ കാലെടുക്കുകയാണ്. ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ്. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം ഹിൽ ഹോൾഡ് അസിസ്റ്റ് പോലെ തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്തു. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത 1 2 3 സെക്കൻഡ് നമുക്ക് കൃത്യമായിട്ട് തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാരണവശാലും ഫ്രണ്ടിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. അന്നേരമാണ് നമുക്ക് ഈ ഒരു ക്യാമറയുടെ ഗുണം വരുന്നത്. ഈ ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇവിടെ നിന്ന് നോക്കി ഒന്നും തന്നെ കാണത്തില്ല, പൊങ്ങി നോക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. പക്ഷേ പൊങ്ങിയാലും പലപ്പോഴും കാണാൻ പറ്റില്ല, ഇത്ര ഒരു കയറ്റമായതുകൊണ്ട്. അതേ സ്ഥാനത്ത് ഈ ക്യാമറ ഉള്ളതിൻ്റെ ഒരു ഗുണം എന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കിനി ഈ ഒരു ചെറിയ റോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ ഭാഗത്ത് ടാർ ചെയ്തുകൊണ്ട് സസ്പെൻഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ സാധിക്കത്തില്ല. പക്ഷേ കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാൻ സാധിക്കും. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം 205 mm ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യത്തിൽ ഒന്നും തന്നെ സംശയിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം നമ്മുടെ കേരളത്തിൽ കൂടെയൊക്കെ സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച്. ഈ സ്വിച്ച് നമ്മുടെ സാധാരണ ഒരു സ്വിച്ചിനെയൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നോർമൽ വീടുകളുടെയൊക്കെ സ്വിച്ച് എന്ന് പറയത്തില്ല, അതുപോലെ ഈ ഒരു സ്വിച്ച് ഞാൻ ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രൂയിസ് കൺട്രോളിൻ്റെ ഇവിടെ ഈ ലൈറ്റ് തെളിയുന്ന കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴത്തെ മൈനസ് ഒന്ന് പ്രസ് ചെയ്യുക. കിലോമീറ്റർ സ്പീഡ് എത്ര കൊടുക്കണം അത് നമ്മൾ ഈ പ്ലസ് ചെയ്യുന്ന പോലെ, ഞാനിവിടെ പ്ലസ് അപ്ലൈ ചെയ്യുന്ന പോലെ എനിക്കിവിടെ കൂടുന്നത് കാണാൻ സാധിക്കും. ഇപ്പം ഞാനൊരു 50 കിലോമീറ്റർ സ്പീഡാണ് കൊടുത്തിരിക്കുന്നത്. ആക്സിലറേറ്റ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഇത് ക്രൂസ് ചെയ്ത് പൊക്കോളും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലോങ് ഡ്രൈവൊക്കെ പോകുന്ന സമയത്ത്, നല്ല റോഡിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒരേ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത്
ഏത് ഗിയേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു 4th ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 4th ഗിയറിൽ തന്നെ ഇതിങ്ങനെ അങ്ങ് പൊക്കോളും. പക്ഷേ വൺസ് ഇത് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആകത്തില്ല. ഒന്നുകൂടെ റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആയിക്കോളും. ആക്സിലറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കട്ടാകത്തില്ല. പക്ഷേ ഏതെങ്കിലും രീതിക്ക് നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്യുകയോ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രൂയിസ് കൺട്രോൾ കട്ടാകുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മോഡിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പോകും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ സ്പോർട്സ് മോഡ്. ഞാനിതിപ്പോൾ ഒരു സ്പോർട്സ് മോഡിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ത്രോട്ടിൽ കൊടുക്കുകയാണ്. പക്ഷേ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ട് റെസ്പോൺസ് ഒരു നോർമൽ രീതിക്ക് നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ ഒരു 2000 RPM ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടർബോ പിടിച്ച് നല്ല രീതിക്ക് നമുക്ക് അതിൻ്റെ ഒരു ഡ്രൈവ് കിട്ടുന്നുണ്ട്. അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ 2000 താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു ഓക്കെ പറയാൻ സാധിക്കത്തില്ല. ഓക്കെ, അങ്ങനെ നമുക്കൊരു ഓഫ് റോഡിങ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ആ ഫ്രണ്ടിൽ കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്ക് കുഴിയൊക്കെയാണ്. എന്നാലും ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ ഒന്നും തന്നെ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് വലിയൊരു ഓഫ് റോഡിങ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞപ്പോൾ ഒരു ഗുമ്മിന് പറഞ്ഞതേ ഉള്ളൂ. എന്നാലും നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. ഇനി സസ്പെൻഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റിഫറാണ്. ഒത്തിരി സോഫ്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല, ഒത്തിരി ഹാർഡുമാണെന്ന് പറയുന്നില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി നമ്മളൊരു ട്രൈബർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു ഹാർഡാണെന്ന് പറയാം. അതായത് നമുക്കിതെല്ലാം പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിട്ട് തന്നെ പറയാൻ സാധിക്കും. പക്ഷേ ഇത് ടിപ്പിക്കലി ഒരു ഫാമിലി വെഹിക്കിൾ തന്നെയാണ് കേട്ടോ, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഒരു പവർ വൈസ് വെച്ച് നോക്കുകയാണെങ്കിലും നമുക്കൊരു അഗ്രസീവായിട്ടുള്ളൊരു പവർ പറയാൻ പറ്റില്ല. എന്നാൽ ഒരു നോർമൽ ഫാമിലിക്ക് വളരെ കംഫോർട്ടബിളായിട്ട് വലിയ വലിച്ചു കീറിയുള്ള ഓടിയില്ലാത്ത ഒരാൾക്ക് സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് നടക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണ്. അതുപോലെ തന്നെ മൈലേജ് 20+ കമ്പനി പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 18 വരെയൊക്കെ നോർമൽ ഡ്രൈവിൽ നമുക്ക് സുഖമായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ടെർബോ ഉള്ള വേരിയൻസിൽ. കാരണം ടെർബോ വേരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇനിഷ്യൽ ടോർക്കും പെട്ടെന്ന് കയറി വരുന്നുള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ ലാഗ് അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ സഡനായിട്ടുള്ള ഗിയർ ചേഞ്ചിങ്സ് ഒക്കെ സാധിക്കും. പക്ഷേ ഇവിടെ എനിക്ക് അത്രയും സഡനായിട്ടുള്ള ഗിയർ ചേഞ്ചിങ് സാധിച്ചിട്ടില്ല. ഞാനിപ്പോൾ മെയിൻ റോഡിൽ കൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നി ഒരു പുതിയ വാഹനം ആയതുകൊണ്ടായിരിക്കും അവിടെ 1900 കിലോമീറ്ററേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. കുറച്ചുകൂടെ ഗ്രാജുവലായിട്ട് ഓടുന്നതിനനുസരിച്ച് ഓക്കെ ആവുന്നതിന് നമുക്ക് വിശ്വസിക്കാം. ഏതായാലും ഇതിൻ്റെ NA വേർഷൻ, അതായത് നാച്ചുറലി ആസ്പിറേറ്റഡ് വേർഷൻ കൂടെ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. എനിക്ക് അതും കൂടെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണമെന്ന് വലിയ ആഗ്രഹം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് നമുക്ക് ടെർബോയിൽ മാത്രമാണോ അതോ NAയിലെ പുതിയ മോഡലിൽ വരുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ആ ഒരു വീഡിയോയും കൂടെ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസിന് വേണ്ടി, അതായത് ഈ വാഹനം വാങ്ങണമെന്നുണ്ടെങ്കിലോ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ റെനോയുടെ നമ്പറും കൂടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്.